അതിരിക്കട്ടെ, നമ്മുടെ അച്ചായൻ മലയ്ക്ക് പോയത് ഓർമ്മയില്ലേ? പൂഞ്ഞാറിലെ PC ശബരിമലയ്ക്ക് പോയത്. ശബരിമല എന്തായാലും ശരി, PC മാല ഉയരാൻ പോവുകയാണ്. ഇനി വ്രതമെടുക്കാനാവില്ല. ഇങ്ങനെ കറുപ്പെടുത്ത് ഏറെക്കാലം നടക്കാനാവില്ല എന്നാണ് പറയുന്നത്. അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്ന് തീരുമാനിക്കാൻ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഒരു 9 അംഗ കമ്മിറ്റിയെ നിശ്ചയിച്ചു. ആ 9 അംഗ കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലുള്ള കേരള ജനപക്ഷത്തിൻ്റെ പ്രവർത്തനം. അപ്പോൾ NDAയിലല്ല എന്നുറപ്പിച്ചു. BJPയെ മടുത്തു. ഇനി എങ്ങോട്ടാ? വിശ്വാസ സംരക്ഷണത്തിന് ഇടതുപക്ഷ മുന്നണി ഗുണകരമല്ല എന്ന അഭിപ്രായവും നമ്മുടെ കമ്മിറ്റി രേഖപ്പെടുത്തി. സ്വാഭാവികമായും ഒരു മതേതര ജനാധിപത്യ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസുമായി സഹകരിച്ച് പോകുന്നതാണ് അഭികാമ്യം എന്ന അഭിപ്രായമാണ് മൊത്തമായി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയായോ? അതിനു മാത്രം ഗുണം ഇപ്പോൾ കോൺഗ്രസിൽ കണ്ടെത്തിയോ? ഒരു മതേതര ജനാധിപത്യ കക്ഷി, വിശ്വാസികളെ ഓടിച്ചിട്ട് അടിക്കാത്ത കക്ഷി, ശബരിമല അയ്യപ്പനെ ശല്യം ചെയ്യാത്ത കക്ഷി, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ചെയ്തിട്ടില്ല. ഞങ്ങളത് സംസാരിക്കാത്ത കാര്യം എങ്ങനെ പറയും? ഞങ്ങൾ ധാരണയില്ലല്ലോ. അഭികാമ്യം എന്ന് പറഞ്ഞാൽ അത് ധാരണയല്ലല്ലോ, അഭികാമ്യം അല്ല. ഇനിയിപ്പോ PCയും കോൺഗ്രസും തമ്മിലൊരു ധാരണയായാൽ തന്നെ അങ്ങോട്ട് ചെല്ലാൻ മാണിസാറ് സമ്മതിക്കുമോ? UDFിലോട്ട് ചെല്ലാൻ? ഇത് ഈ ആനക്കാരൻ്റെ ആന ഉടമയുടെ ഇടയ്ക്ക് ആനപ്പിണ്ടയ്ക്ക് ആനയാണോ ആനപ്പിണ്ടമാണോ? ആനപ്പിണ്ടത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ആനയുടെ കാര്യം പറ, ഞാൻ മറുപടി പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ കോൺഗ്രസിലും പലർക്കും എതിർപ്പുണ്ട്, കോട്ടയം DCCയിലടക്കം. വല്ല കാര്യം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പ്രാദേശിക ഒരാൾ ഒരു വർത്തമാനം പറഞ്ഞാൽ അത് വലിയ ആനയായിട്ട് കാണേണ്ട കാര്യമില്ല. ഇത് വളരെ വിശദമായി ചർച്ച. അവർ പറയുമ്പോൾ ഉടനെ നമ്മളങ്ങോട്ട് കയറി കൈ കൊടുക്കാൻ പോവല്ല. വളരെ വിശദമായി ചർച്ച വേണ്ടി വരും. അല്ലാതെ വെറുതെ കയറി ഞങ്ങളങ്ങനെ മുന്നണിയാവില്ല. അല്ല, മുന്നണിയാവാനോ? മുന്നണിയാവാൻ PCക്ക് പാർട്ടിയുണ്ടോ? ഏതാ പാർട്ടി? ജനപക്ഷം കേരള ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാനതിൻ്റെ ചെയർമാനാവില്ല, രക്ഷാധികാരിയാവും. ഒരു സ്വതന്ത്ര MLA എന്ന നിലയിൽ എനിക്ക് ഒരു പാർട്ടി ചേരാൻ അവകാശമില്ലാത്തതുകൊണ്ട് കേരള ജനപക്ഷത്തിനൊരു അഭ്യുതകാംക്ഷിയായി ഞാൻ മാറും. ഇപ്പോൾ ഇതൊരു സാംസ്കാരിക സംഘടനയാണ് കേരള ജനപക്ഷം. അതിൻ്റെ ചെയർമാനാണ് ഞാൻ. ഒരു പാർട്ടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം നൽകി കഴിയുമ്പോൾ ചെയർമാൻ സ്ഥാനത്ത് വേറെ ആൾ വരും. ഞാൻ അതിൻ്റെ ഒരു അഭ്യുതകാംക്ഷിയായിരിക്കും. അപ്പോൾ ജനപക്ഷം പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കുമോ? ജനപക്ഷത്തിനൊരു സ്ഥാനാർത്ഥി മിനിമം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ആ ചോദ്യം വേണ്ടെന്ന്, നമ്മളത് ചർച്ചയിലാണ്. അതൊക്കെ ശരി. കഴിഞ്ഞ മാസമല്ലേ BJPയിലേക്ക് ചാടിയത്? ഈ മാസം ഇതാ UDFിലേക്ക്. ഇങ്ങനെ പോയാൽ ഇലക്ഷൻ വരുമ്പോൾ എവിടെയായിരിക്കും? അതും തെറ്റല്ലേ? നിങ്ങളിങ്ങനെ അബദ്ധം തന്നെ പറയാൻ തുടങ്ങി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇന്നലെയാണോ ഈ ഗവൺമെൻറ്, ഈ മുന്നണി, ഈ ഗവൺമെൻറ്റും വന്ന ഈ നിയമസഭ എന്നുണ്ടായോ അന്ന് മുതൽ 2 അംഗങ്ങൾ, 2 സ്വതന്ത്രന്മാരായിട്ട് ഞാനും രാജഗോപാൽ. പറയട്ടെ, BJPയുടെ ഏക അംഗമാണ് അദ്ദേഹം.
പ്യുവർ സ്വതന്ത്രൻ ഞാൻ, വേറെ സ്വതന്ത്രൻ കോവൂർ കുഞ്ഞു ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരൊക്കെ വേറെ ഇടതുപക്ഷ സമീപനമാണ്. അപ്പോൾ എനിക്ക് മിണ്ടാൻ, രാജഗോപാലിന് മിണ്ടാൻ 1 മിനിറ്റാണ്, എങ്ങനെ ഇരിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അദ്ദേഹം പകുതി സമയം സഭയിൽ നിൽക്കാറില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് സ്പീക്കർക്ക് എഴുതി കൊടുത്തു, ഞങ്ങളെ ഒരു യൂണിറ്റായിട്ട് അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ച് ഈ സഭ 14ാം നിയമസഭയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം വെച്ച് ഞാനാണ് സംസാരിക്കുന്നത്, ചില ദിവസം അദ്ദേഹം സംസാരിക്കും. അതിപ്പോൾ ഇന്നലെ അല്ല, ഈ മുന്നണി ഉണ്ടായ ഈ ഗവൺമെൻറ് വന്ന 14ാം ലോകസഭയുടെ ആരംഭം മുതലുള്ള കാര്യമാണ്. ഇതിനൊക്കെ എന്താ പറയുക? പി സി പറയുന്നത് പി സിയുടെ നിലപാട്, അത്ര തന്നെ.